ഒരു കാട്ടിൽ രാമൻ എന്നു പേരുള്ള ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. അവൻ ഭയങ്കര വികൃതിയും ശല്യകാരണമായിരുന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ഒരുപാട് ശല്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലെ മറ്റു മൃഗങ്ങൾ അവനെ വികൃതി രാമൻ എന്ന് വിളിച്ചു. ഒരു ദിവസം വികൃതി രാമൻ കാട്ടിലെ പുഴയുടെ അരികത്ത് മാവിന്മേലിരുന്ന് മാങ്ങ തിന്നുകയായിരുന്നു. അപ്പോൾ ഒരു പാവം മാൻ പുഴയിൽ വെള്ളം കുടിക്കാനായി വന്നു. മാൻ വെള്ളം കുടിക്കുന്നത് വികൃതിരാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവൻ മരത്തിന് മുകളിലിരുന്ന് സിംഹത്തിന്റെ ശബ്ദത്തിൽ ഒരാളെറൽ. മാൻ സിംഹം തന്നെ അടുത്തു വന്നെന്ന് കരുതി വെള്ളത്തിൽ ഒറ്റച്ചാട്ടം. പാവം മാൻ ഒരുപാട് പേടിച്ചു പോയി. ഇത് കണ്ട വികൃതിരാമൻ പുഴക്കരയിൽ നിന്ന് കായ്യം പൊട്ടി ചിരിച്ചു. വികൃതിരാമന്റെ ഈ പ്രവൃത്തി കാട്ടിൽ മുഴുവൻ പാട്ടായി. വികൃതിരാമന്റെ വികൃതികളെല്ലാം പരുത്തി വിടുന്നത് കണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് വികൃതിരാമൻ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാടിന്റെ നടുവിൽ വികൃതിരാമനെ കൊടുക്കാനായി മൃഗങ്ങൾ ഒരു കെണിയൊരുക്കി. വികൃതിരാമൻ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ആ വഴി വന്നു. അവൻ ആ വഴി വരുന്നത് കണ്ട മൃഗങ്ങൾ ചെടിക്ക് മറവിൽ ഒളിഞ്ഞിരുന്നു. റോഡിന്റെ നടുവിലെ കെണി ശ്രദ്ധിക്കാതെ അവൻ കെണിക്ക് മീതെ കാൽ വെച്ചു. ഉടനെ തന്നെ അവൻ കുഴിയിൽ വീണു. എത്ര ശ്രമിച്ചിട്ടും അവന് പുറത്തു വരാൻ സാധിച്ചില്ല. മൃഗങ്ങളെല്ലാം കുഴിയിൽ കിടക്കുന്ന വികൃതിരാമനെ നോക്കി പരിഹസിച്ചു. അവൻ ആ കുഴിയിൽ വിശപ്പും ദാഹവുമായി കിടന്നു. ആരും തന്നെ അവന് സഹായിച്ചില്ല. 2 ദിവസത്തിനു ശേഷം മൃഗങ്ങളെല്ലാം വികൃതിരാമന്റെ അടുത്തെത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന ആന വികൃതിരാമനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് കുഴിയിൽ നിന്നും പുറത്തെടുത്തു. വികൃതിരാമൻ താൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി മൃഗങ്ങളോട് മാപ്പ് പറഞ്ഞു. അന്നു മുതൽ വികൃതിരാമൻ കാട്ടിലെ മൃഗങ്ങളോട് വളരെ മാന്യമായും സ്നേഹത്തോടെയും പെരുമാറി.